കേരള സർക്കാരിൻ്റെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷീന ജി സോമനാണ്. ഒരുപക്ഷെ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഏകാന്തതയായിരിക്കും. വീട്ടുകാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മാറി വന്ന് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് അത്തരം അവസ്ഥയെ തരണം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ വിശദമായി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എങ്ങനെ നമുക്ക് ഉണർവേക്കാം, അങ്ങനെ ഒരു ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽക്കം ഡോക്ടർ ഷീന ജി സോം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഒരുപക്ഷെ പ്രവാസ ലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം അവരുടെ ഏകാന്തതയാണ്. കാരണം ഏകാന്തത കൂട്ടത്തിൽ ആളുണ്ടാവും, ഒറ്റപ്പെടലായിരിക്കും ഒരു പക്ഷേ. അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പൊതുവേ നമ്മുടെ ഒരു ജീവിത കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുന്തോറും ഒറ്റപ്പെടൽ അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ, ഫ്രണ്ട്സ്, കോളേജ് കാലഘട്ടം ഒക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മളെല്ലാം കുടുംബങ്ങളിലേക്കും നമ്മുടെ തൊഴിലുകളിലേക്കും ഒക്കെയാണ് ഒതുങ്ങുക. അപ്പോൾ ഒരു പ്രവാസ ജീവിതത്തിൽ നോക്കുമ്പോൾ തൊഴിലുള്ള സ്ത്രീകൾക്ക് ഒരു അതിൻ്റെതായ സ്വാതന്ത്ര്യവും, എന്നാൽ കുടുംബവും കുട്ടികളും ഭർത്താവും എന്ന് പറയുന്ന ഒരു ചെറിയ ലോകത്തേക്ക് ചുരുങ്ങുന്നവർക്ക് ഉറപ്പായിട്ടും അവരുടെ വലിയൊരു സമൂഹത്തിൽ നിന്ന് മാറി ഇവിടെ വന്ന് സെറ്റിലാവുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒറ്റപ്പെടലുണ്ടോ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു ജീവിത സാഹചര്യവുമായിട്ട് മെച്ചപ്പെട്ടായിരിക്കും ഇരിക്കുക. നമ്മുടെ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കൾച്ചറിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും ഫേസ് ചെയ്യാന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ പരിമിതികളുണ്ട്, എന്നാൽ അതുപോലെ തന്നെ അതിൻ്റേതായ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. അപ്പം ദുബായ് പോലെ അല്ലെങ്കിൽ UAE പോലൊരു ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള കുറേ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒറ്റപ്പെടൽ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം. വിക്ടർ ഫ്രാങ്കലിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ വേണ്ട പ്രധാന കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ഇത് ജീവിതം ചെലവഴിക്കാനുള്ളൊരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ആൾ, അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട. രണ്ടാമതൊരു പേർപ്പസ് ഫോർ ലൈഫാണ്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥം വേണം. മൂന്നാമത് ഉറപ്പായിട്ട് ഈ ജീവിതത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്, സഫറിങ് ഉണ്ട്. നമുക്ക് ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുഖപ്രദമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സഫറിങ്ങിന് ഒരു മീനിങ് കണ്ടെത്തുക എന്നുള്ളതാണ്. അവരുടേതായ കൂട്ടായ്മകൾ, അവരുടേതായ ഇഷ്ടങ്ങൾ ഈ ഒരു പ്രവാസ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റപ്പെടൽ മാറും. പിന്നെ മാത്രമല്ല, ഞാനെന്ന വ്യക്തിക്കുള്ള ഇഷ്ടങ്ങൾ, മീ ടൈം എന്നൊക്കെ പറയുന്നത്, അത് എവിടെയാണെങ്കിലും അത് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. പ്രായം കൂടുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ പ്രാധാന്യമുള്ള ഇഷ്ടങ്ങൾ കണ്ടെത്തുക. ഈ ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവർ ഒരുപക്ഷെ ഡിപ്രഷനിലേക്ക് പോകാം. പക്ഷെ അത് അവർ തിരിച്ചറിയാനുള്ള ഒരു കാലതാമസമുണ്ട്. സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാരെക്കാളും 4 ഇരട്ടിയാണ് ഡിപ്രഷന് സാധ്യത. അപ്പോൾ ഈ പറഞ്ഞ മാറിയ സാഹചര്യങ്ങൾ, അവരുടെ ഒരു ചിലപ്പോൾ ഒരു കംഫർട്ട് സോണിലായിരിക്കില്ല ചിലപ്പോൾ അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യം. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഹോർമോണലായിട്ടും പ്രായത്തിനും അനുസരിച്ച് തന്നെ ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പെരിമെനോപോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൻസൈറ്റിയും ഡിപ്രഷനും വരാൻ വളരെ കൂടുതൽ. അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ സ്ത്രീകൾക്ക് ഏകദേശം 80% പേർക്കും പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അതിനകത്ത് ഒരു ചെറിയ ശതമാനം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ കാലാനുസൃതമായ മാറ്റം സ്ത്രീയെ സംബന്ധിച്ച് അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ മിക്ക സ്ത്രീകളും പലപ്പോഴും അവരുടെ ഒരു ചിട്ടയിൽ ഇതൊക്കെ പോകുന്നതുകൊണ്ട് അവരിലേക്ക് ഒതുങ്ങും ഈ ചുറ്റുമുള്ളവർക്ക് തന്നെ മനസ്സിലാക്കണം എന്നില്ല. പല സ്ത്രീകളും അവരുടെ വിഷാദവും സങ്കടവും എല്ലാം ശാരീരികവൽക്കരിച്ചാണ് പറയുക. തലവേദന, ശാരീരിക ബുദ്ധിമുട്ട്, ക്ഷീണം, അതിയായ ക്ഷീണമൊക്കെ ആയിരിക്കും. തലവേദനയും ക്ഷീണവും ഒക്കെയാണ് കൂടുതലും സ്ത്രീകളും പറയുക. പിന്നെ നമ്മൾ ചോദിക്കണം, രാവിലെ അവർക്ക് എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷമുണ്ടോ, മുമ്പ് ഇഷ്ടമുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടോ, അതിലെല്ലാം വലിയൊരു വ്യത്യാസം വരുമ്പോഴേ ചിലപ്പോൾ സ്വയമോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ മനസ്സിലാക്കും. അപ്പോൾ സങ്കടമായിട്ട് തന്നെ എപ്പോഴും ഡിപ്രഷൻ പുറമേക്ക് കാണണ്ട എന്നുള്ള ചില ട്രോളുകൾ, മീമിലൊക്കെ കാണാറില്ല, ഇപ്പോഴത്തെ ഡിപ്രഷൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യുന്ന സ്ത്രീയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ ഡിപ്രഷനെ ഒരു ഡൈല്യൂഷനും ഉണ്ട്. ആൾക്കാർ ഒരു തരത്തിൽ ശരിയാണ്, പുറമേക്ക് ചിരിച്ചും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി വളരെ സന്തുഷ്ടയായിരിക്കും നമ്മൾ കരുതുക. അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ അവർ പുറം ലോകത്ത് അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജിലായിരിക്കും പലപ്പോഴും ആൾക്കാർ അവരെ കാണും. പക്ഷെ അതിനുള്ളിൽ പലരും ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് പറയുമ്പോഴാണ്, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സ്ത്രീ, അവൾക്ക് എപ്പോഴെങ്കിലും ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്കാണോ ഡിപ്രഷൻ എന്നുള്ള ചോദ്യം തിരിച്ചു കേട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും.
ഉറപ്പായിട്ട് എനിക്കൊന്ന് 90% അവരുടെ ചുറ്റുമുള്ളവരും അവരുടെ സുഹൃത്ത് അത് ചുമ്മാ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് പറയുന്നതായിട്ടാണ് പലപ്പോഴും സ്ത്രീകൾ അവരുടെ വിഷാദത്തെ പറ്റി പറയുമ്പോൾ. സ്ത്രീ ആകുമ്പോൾ തന്നെ ചപലകളും അബലകളുമായി ചിത്രീകരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും സ്ട്രോങ് വിമൻ എന്ന് കരുതുന്ന സ്ത്രീകൾക്ക് ഒരു ഹെൽപ്പിൻ്റെ പേരിൽ ഡിപ്രഷൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പോലും പേടിയാണ്. കാരണം അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് വിമൺ ഇമേജിൽ ഈ ഡിപ്രഷൻ ഭാഗമല്ല. അവരെപ്പോഴും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന അവർ മിടുക്കികളായിട്ടും അവർ കഴിവുള്ളവരായിട്ടും അവർക്ക് ആ സൂപ്പർ വുമൻ്റെ ഒരു കേപ്പ് അവരെപ്പോഴും ചുമക്കുന്നു. മൾട്ടിപ്പിൾ റോൾസിൽ എപ്പോഴും എക്സൽ ചെയ്യാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഒരു റോളിൽ മികച്ചതും മറ്റേ റോളിൽ അവർ മോശപ്പെട്ടതായിട്ടും കേൾക്കാൻ സ്ത്രീ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മൾട്ടി ടാസ്കിങ്ങും ഈ മൾട്ടിപ്പിൾ റോൾ പ്ലേയിങ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലരും തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ടാണ്. പക്ഷേ സ്ത്രീ ഇങ്ങനെയൊരു പവറിലോ അല്ലെങ്കിൽ ഒരു സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവർക്കറിയാം അവരെത്രമാത്രം താഴെ പോകുന്നു. ആ ഒരു അലട്ടൽ കൂടുമ്പോഴാണ് ചിലപ്പോൾ അവർ ചുറ്റുമുള്ളവരുടെ സഹായം പോലും തേടാതെ ഒരു മൂന്നാമതൊരു വ്യക്തിയായ നമ്മളുടെ അടുത്തേക്കൊക്കെ എത്തുന്നത്. കാരണം അവർക്ക് ആ ഒരു ഇമേജ് കൊടുക്കാൻ പോലും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും കാലത്തിൻ്റെ അനുസരിച്ച് സ്ത്രീകൾ ഈ ഒരു എംപവേർഡ് വിമൻ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ തുറകളിലും അവരുടെ ഒരു സിഗ്നേച്ചർ അവർ സ്ഥാപിക്കുമ്പോൾ ഇത് അവർക്കൊരു തരം സ്റ്റിഗ്മ കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു മറുവശം. മേ ബി അത് കൂടുതലും കുടുംബിനികളായിട്ടിരിക്കുന്നവർക്കാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നത്. കുടുംബിനികളായിരിക്കുന്ന ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ അവർക്ക് ആ വിഷമമൊക്കെ അവർ ഷെയർഡാക്കി അല്ലെങ്കിൽ അവർ കുറച്ചുകൂടിയൊക്കെ അതിനൊരു ഉൾക്കൊള്ളാൻ അക്സെപ്റ്റൻസ് കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷേ ഒരു വർക്ക് പ്രൊഫൈലിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അതെന്തോ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടോ അറ്റൻഷൻ അതിനൊരു പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്ഫിയറിലുള്ളവരോ ഫാമിലി സ്ഫിയറിലുള്ളവർ അഡ്രസ്സ് ചെയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വർക്ക് പ്ലേസ് ഹരാസ്മെൻറ്റ് കുറേയെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും മീറ്റു വന്നപ്പോൾ ഒരു പക്ഷേ അന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷമാണ് പുറത്തു പറയാൻ മടിച്ച പലർക്കും ട്രിഗർ ഉണ്ടായിട്ട് വന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള കേസുകൾ, അതായത് ഒരു ട്രിഗർ ഉണ്ടാകുമ്പോൾ എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് കരുതി വരുന്ന സ്ത്രീകളെ സമൂഹം രണ്ട് തരത്തിൽ സ്വീകരിക്കാം. ചിലപ്പോൾ അംഗീകരിക്കപ്പെട്ടേക്കാം, ചിലപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സീക്കിങ്ങിനാണെന്ന് പറയാം. അത്തരത്തിൽ ഉള്ള ഒരു ട്രിഗർ വന്ന ശേഷം പറയുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരോട് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക? പൊതുവെ സ്ത്രീകൾ ഈ മീറ്റു ആണെങ്കിലും എനിക്കിത് സംഭവിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എന്താ അപ്പം പറയാത്തേ, ഒന്നുറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന തമാശകളൊക്കെ സ്ത്രീയെ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നും സ്ത്രീകൾ നിൽക്കുന്ന ആ ഒരു സ്പേസും സമൂഹത്തിന് മനസ്സിലാകുന്നു എന്ന് പറയുന്നതല്ലാതെ സത്യം പറഞ്ഞാൽ പൂർണ്ണമായും മനസ്സിലാകുന്നു. ഇനി മനസ്സിലായാൽ തന്നെ കുറച്ച് കണ്ണടക്കലുമുണ്ട്. കാരണം ഒരു സ്ത്രീ എപ്പോൾ ഒരു കാര്യം വിളിച്ചു പറയുന്നു അവർക്ക് അപ്പോൾ സമൂഹം മൊത്തം അത് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അവളെ എങ്ങനെ നിശബ്ദയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിശബ്ദയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതുപോലുള്ള ട്രിഗർ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരൊരു തരം ഫ്ലാഷ് ബാക്കിൽ കൂടി കടന്നു പോകുന്നത്. തികച്ചും അവർ അന്ന് അനുഭവിച്ചിരുന്ന അതേ സംഘർഷവും ബുദ്ധിമുട്ടുമാണ് അവർ ട്രിഗർ അനുഭവം. അവർക്ക് 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർ വിചാരിക്കുന്നത് പിന്നിലേക്ക് പോയി ഇതൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്ത് ഇപ്പോഴും എന്തിനാ ചുമക്കുന്നത്, വിഴുപ്പൊക്കെ അങ്ങ് കളഞ്ഞ് ബന്ധനം ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കൂ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, അതെല്ലാം അവർ സ്വയം പഠിപ്പിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ പോലും അവർ ഉറപ്പായിട്ടും ആ പിന്നിലേക്ക് അവർ പോയി അനുഭവിച്ചത്. അപ്പോൾ അത് ആരോട് പറയുന്നുള്ളതാണ്. എത്ര വർഷം കഴിയുന്നോ അത്രയും അതിനെ ചെറുതാക്കി കാണാനാണ് ചുറ്റുമുള്ളത്. ഇതൊക്കെ ഇനി ആലോചിക്കുന്നത്, അതൊക്കെ വിട്ടൂടെ, നീ അവിടെ നിന്ന് ഒത്തിരി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് വലിയ സാഗരം പോലെയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ ഓളങ്ങളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ ഓളങ്ങൾ വരാം, അവർ അഫക്റ്റഡ് ആവാം. പിന്നെ അവരുടേതായ ഒരു പൊട്ടൻഷ്യലും കഴിവും വെച്ച് അവർ ബാലൻസ് ചെയ്യണം. പക്ഷേ ഇതിനെപ്പറ്റി തുറന്നു പറയുന്ന സ്ത്രീകൾ ഒരു ഫേസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നവരെ പോലെ തന്നെ വലിയ പാടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അനുഭവിക്കുന്ന 10 സ്ത്രീകളിൽ 9 പേരും നിശബ്ദത തന്നെ പാലിക്കും. കാരണം ഇതിനെ അഡ്രസ്സ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ എന്നെ ഇത് പിന്നെയും കുത്തൊഴുക്കിൽ. അപ്പോൾ ഒരാൾ വിളിച്ചു പറയുന്ന ആൾക്ക് പിന്നിൽ അവർ സൈലൻ്റായിട്ട് നിൽക്കുകയുള്ളൂ. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ആൾക്കാർ മറക്കില്ല. ചിലപ്പോൾ അവർ പൊറുക്കാനും സാധ്യതയില്ല. മറക്കുകയില്ല, പൊറുക്കുകയില്ല. ദേ ജസ്റ്റ് മൂവ് ഓൺ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ശാസ്ത്രീയമായ സഹായം, അതായത് ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പാണെങ്കിൽ അത് എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഉറപ്പായിട്ടും അത് സംഭവിക്കുന്ന സമയത്തും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ആൾക്കാർ പല സ്റ്റേജുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എലിസബത്ത് കൂബ്ലർ റോസ് എന്ന് പറയുന്ന അവരുടെ ഡെത്ത് ആൻഡ് ഗ്രീവിങ്ങിനെ പറ്റി ഒരു ബുക്ക് ചെയ്തു.
എനിക്കൊന്ന് ഒരുതരം ഗ്രീവിങ് പ്രോസസ്സാണിത്. ആദ്യം ഇത് തനിക്കിത് സംഭവിച്ചല്ലോ എന്ന് പറയുന്ന ഒരു അത്ഭുതമോ ഷോക്കോ ഒക്കെയാണ് മിക്ക സ്ത്രീകൾക്കും ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ. ആ സമയത്ത് പലപ്പോഴും അവർ തുറന്ന് സംസാരിക്കുന്നത് വളരെ അപൂർവമായിരിക്കും. ചിലപ്പോൾ വളരെ ഒരു അടുപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്തൊക്കെ ആയിരിക്കും അത് പറയുന്നത്. പക്ഷെ അപ്പോൾ അവരുടെ റെസ്പോൺസ് പോലെ ഇരിക്കും. ആ പറയുന്ന ആൾ അവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ടും അവരോട് തുറന്ന് മുന്നോട്ട് വരാനും അതിനെ നേരിടാനും ഒക്കെ മിക്കവരും. പക്ഷേ ആലോചിച്ച് നോക്കും, നമ്മളെല്ലാം സാധാരണ വ്യക്തികളല്ലേ, തൽക്കാലം നീ ഇതങ്ങ് അങ്ങ് മറക്കാൻ ശ്രമിക്കുക എന്നൊരു സാധാരണ ഉപദേശവും സപ്പോർട്ടും ഒക്കെ ആയിരിക്കും ചുറ്റും. പിന്നെ അവർക്ക് ദേഷ്യമാണ് വരിക. എന്തിന് ഞാൻ മിണ്ടാതിരുന്നു എന്നുള്ളൊരു ദേഷ്യം, എന്തുകൊണ്ട് ഇത് ഞാൻ പ്രതികരിച്ചില്ല. അവർക്ക് അവരോട് തന്നെ ഒരു വെറുപ്പും വിദ്വേഷവും. അല്ലെങ്കിൽ പറയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ പറയുമ്പോൾ നീ എന്താ അന്ന് പറയാത്തെ, നീ എന്തിനാ ഇപ്പം പറയുന്നത്, നീ ആയിട്ട് വരുത്തി വെച്ചതാണോ എന്നൊക്കെയുള്ള ഒരു സെക്കൻഡ് ഗസ്സിങ് അവിടെ പലപ്പോൾ. പുരുഷനാണെങ്കിൽ ആരും ചോദിക്കില്ല ഇത്, പക്ഷേ സ്ത്രീ ആണെങ്കിൽ നിനക്ക് തോന്നിയതായിക്കൂടെ, ആ രീതിയിലാണ്. പിന്നെ ഒരു തരം ബാർഗെയിനിങ് ആണ്, അത് ചെയ്യണോ വേണ്ടയോ. പിന്നെ അവസാനം അവരെ സംബന്ധിച്ച് ഒരു വലിയൊരു വിഷാദം വന്നിട്ട് അതങ്ങ് അക്സെപ്റ്റ്. പക്ഷേ ചിലർ ഈ പല സ്റ്റേജുകളിൽ സ്റ്റക്കാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് മിക്ക സ്ത്രീകൾ ആങ്കറിലാണ് സ്റ്റക്ക്. അവർ ആ ഷോക്ക് കഴിയുമ്പോൾ അവർക്ക് ആങ്കർ ഉണ്ടല്ലോ, അവർ ആ വ്യവസ്ഥിതിയോടും അവർക്കൊരു ദേഷ്യം ഉണ്ടാവും, സംഭവിപ്പിച്ച വ്യക്തികളോടും ഉണ്ടാവും. അതിനേക്കാളും ഏറ്റവും കൂടുതൽ അവർക്ക് അവരോട് തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വളരെയധികം പിന്നെ കെയർഫുള്ളും ഓവർ കോഷ്യസ് ആൻഡ് സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു സെൻസിറ്റീവ് ആകുമ്പോൾ പിന്നെ പല സാഹചര്യങ്ങൾക്കും ഈ ട്രിഗേഴ്സ് വളരെ കൂടുതലുമായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എനിക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു സാമൂഹിക പരിസ്ഥിതി അങ്ങനെ ഉണ്ടായല്ലോ. ആ സമയത്ത് വന്ന് കണ്ട ഒത്തിരി സ്ത്രീകളുണ്ട്. പലപ്പോഴും അവരിതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ എന്നാൽ പോലും ഇത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല ഡോക്ടറെ, ഇപ്പോഴും എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു നിരാശയും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുമെന്ന് പുറമേക്ക് പറയുന്നതല്ലാതെ ആഴത്തിൽ അത് എത്രമാത്രം ഒരു ഇമ്പാക്ട്. ഇറ്റ്സ് വെരി സ്ലോ പ്രോസസ്. ജസ്റ്റിസ് ഈസ് ഓൾവേസ് വെരി സ്ലോ ആസ് ഫാർ ആസ് എ വുമൺ ഈസ് കൺസേൺ. അതെനിക്ക് തോന്നുന്നു അവരിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത്. ഈ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ കരയുന്നൊരവസ്ഥ വരും. പക്ഷെ നമ്മളെ മനസ്സിലാക്കി എന്ന് തോന്നുന്ന വ്യക്തികളുടെ അടുത്ത് നമ്മൾ സങ്കടം പറഞ്ഞ് കരയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ സങ്കടമാണ്, അല്ലെങ്കിൽ എനിക്കിത് സംഭവിച്ചു എന്ന് പറയുന്നത് എൻ്റെ സങ്കടമാണെന്ന് പറയുമ്പോൾ പറയുന്ന സ്ഥിരം ഡയലോഗുണ്ട്, കരഞ്ഞൊക്കെ കാര്യം നേടേണ്ട അവസ്ഥ നിനക്കുണ്ടോ എന്നുള്ളൊരു തിരിച്ചു ചോദ്യമുണ്ട്. ഇത് ഭയങ്കര ബോറാണ്. അങ്ങനെ കേട്ട ആൾക്കാർ മുന്നിലുണ്ടാവില്ലേ? ഇത് രണ്ട് രീതിയിലും പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകളുടെ ഒരു കാഴ്ച, എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് വളരെ എളുപ്പം സംഭവിക്കുന്ന ഒരു കാര്യം കരച്ചിലാണെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കരച്ചിലൊരു മോശം കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് പുരുഷന്മാരെയും ആൺകുട്ടികളെയും പഠിപ്പിക്കുന്നു കരച്ചിൽ ഓക്കെയാണ്, കരയണം, ഇമോഷണാലിറ്റി ഒരു ഭാരമല്ല, അത് നമ്മുടെ സപ്പോർട്ട്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സിഗ്നേച്ചറാണ്. പക്ഷേ എന്നാൽ പോലും സ്ത്രീയെ സംബന്ധിച്ച് ഒരുതരം ഒരു റിലീസാണ്, റിലാക്സേഷനാണ്. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട്, കരയുന്ന സ്ത്രീകളോട് അതിലൊട്ടും കുറവ് കാണണ്ടെന്നാണ് ഞാൻ ആസ് എ സൈക്യാട്രിസ്റ്റ് പറയും. പുരുഷന്മാരോടും അത് തന്നെയാണ്. അത്തരം സ്റ്റീരിയോ ടൈപ്പ് റോൾസിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. അതിലൊരു വലിയൊരു ഒരു പാട്രിയാർക്കൽ ചിന്തയുണ്ട്. അത് പറയുമ്പോഴത്തേക്കും സ്ത്രീക്കും തോന്നും അവർ കരഞ്ഞു തന്നെ മോശമായി പോയത്, അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നത്, ഒരു കാര്യം സംഭവിക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളുടെ ഒരു പ്രശ്നം അത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചിന്തിക്കലാണ്. അപ്പുറത്തുനിന്ന് ഒരാൾ അങ്ങനെ വാലിഡേറ്റ് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഉടനെ തോന്നുന്നത് ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ കരഞ്ഞതും ശരിയായില്ല. പക്ഷെ എപ്പോഴും ആലോചിച്ച് നോക്കണം, ചില സാഹചര്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ആളായിരിക്കാം തെറ്റ്, അവർ പറയുന്നതിലാണ് തെറ്റുള്ളത്. എന്തിന് സ്വയം അത് ഞാൻ വിചാരിച്ചതാണ് തെറ്റെന്ന് കരുതണം? ചിലപ്പോഴെങ്കിലും ചിന്തിച്ചൂടെ, അപ്പുറത്ത് പറയുന്ന ആ ഒപ്പീനിയൻ പറയുന്ന ആളും തെറ്റാകാം. എന്തിനു നമ്മൾ അവരെ വാലിഡേറ്റ് ചെയ്യണം? എന്താണ് നമുക്ക് തോന്നുന്നുള്ളത് കൃത്യമായൊരു ഒരു മൂടുപടമില്ലാതെ സ്വയം ഉൾക്കൊള്ളാനെങ്കിലും കഴിയുവാണെങ്കിൽ ആരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യമല്ലോ. ആ സ്ത്രീക്ക് അതെങ്കിലും ആ ഒരു റിയാലിറ്റി എങ്കിലും വേണം. സ്ത്രീകൾക്കും വാലിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാലിഡേഷന് വേണ്ടിയിട്ടുള്ള തോന്നലിലാണ് ഈ കരച്ചിലിനെ അവരങ്ങ് റദ്ദാക്കി കളയുന്നത്. നിനക്കെന്തോ നിനക്കൊരു അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് കരയുന്നത്. ആ അക്സെപ്റ്റൻസ് വേണ്ടെങ്കിൽ പിന്നെ കരയാമല്ലോ, നമുക്ക് സ്വയം കരഞ്ഞ് അത് സോർട്ടാക്കിക്കൂടെ? ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ഒരാളെ കൊണ്ടുപോവുക, ഒരു ഘട്ടത്തിൽ അങ്ങനെ അല്ലാന്ന് തോന്നിക്കുക, എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം അവസ്ഥകളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അത്തരം ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഫെയറർ സെക്സ്, വീക്കർ സെക്സ് എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ സ്ത്രീ അവിഭാജ്യ ഘടകമൊക്കെ തന്നെയാണ്, പക്ഷെ വീക്കറായിട്ടാണ്. അപ്പോൾ സ്ത്രീക്കും ചിലപ്പോൾ തോന്നും അവർ വീക്കാണെന്ന്. ഉറപ്പായിട്ടും എനിക്കൊന്നും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും വീക്ക്നെസ് ഉണ്ട്. ആരും സൂപ്പർമാനോ ഗോഡോ ഒന്നും അല്ല ദൈവം. പക്ഷേ അപ്പോൾ ചില സാഹചര്യങ്ങൾ അവർക്ക് തളരാം. അതിനല്ലേ നമ്മൾ മനുഷ്യൻ സാമൂഹിക ജീവി എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഓപ്പോസിറ്റ് ജെൻഡറിൽ ഒരാളുടെ സപ്പോർട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് സമൂഹത്തിന് വളരെ വ്യത്യസ്തമായ കണ്ണുകൾ. ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ സഹായം
സ്വീകരിച്ചാൽ അവിടെ ഒരു സദാചാര കണ്ണ് കുറവാണ്. പക്ഷെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു സഹായം സ്വീകരിച്ചാൽ ഉറപ്പായിട്ട് അതിനകത്തൊരു സദാചാര കണ്ണ് വരും. ഇനി അങ്ങനെ വന്ന് സഹായിക്കാൻ വരുന്ന പുരുഷന് തന്നെ തോന്നും അവൻ എന്തോ ഒരു അവൻ നിൽക്കുന്ന തലം ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വളരെ കാരണം മനുഷ്യരെപ്പോഴും ലോലവികാരങ്ങളും അതുപോലെ തന്നെ ഉദ്ദേശശുദ്ധി എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സ്ത്രീക്ക് ആ ഒരു വൾണറബിലിറ്റി എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇതെപ്പോഴാണ് തനിക്ക് ബാക്ക് ഫെയർ ചെയ്യുക അല്ലെങ്കിൽ തനിക്ക് എപ്പോഴാണ് ദോഷം ചെയ്യുക. ചിലപ്പോഴൊക്കെ സഹായം നമുക്ക് ഒറ്റയ്ക്കല്ല, എല്ലാവരുടെയും ഒരു കുട്ടിയെ റേസ് ചെയ്യാൻ ഒരു വില്ലേജ് വേണമെങ്കിൽ ഒരു സ്ത്രീയെ റേസ് ചെയ്യാൻ എനിക്കൊന്ന് ഈ ലോകം മൊത്തം തന്നെ വേണം. ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്ത്രീകൾ വളരെ സ്ട്രോങ് ആണ്. ഏത് രാഷ്ട്രം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള നിയമങ്ങളും അവർക്കുള്ള സൗകര്യങ്ങളും ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയല്ല, മൊത്തം സ്ത്രീ സമൂഹം മെച്ചപ്പെടാനാണ്. പക്ഷേ പ്രവീണ പറഞ്ഞതുപോലെ ചിലപ്പോഴെങ്കിലും ഈ അതിർവരമ്പുകൾ, നമ്മൾ ഉദ്ദേശിക്കാത്ത അതിർവരമ്പുകൾ ക്രോസ് ചെയ്യുന്ന പെരുമാറ്റം വരുമ്പോൾ സ്ത്രീ എനിക്ക് തോന്നിയ പല സ്ത്രീകളും സെക്കൻഡ് ഗസ് ചെയ്യും. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കൊടുത്തോ, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണോ? എനിക്ക് തോന്നില്ല ഒരു പുരുഷൻ അങ്ങനെ ചിന്തിക്കുന്നു. ഏതെങ്കിലും ഞാൻ അനാവശ്യമായ ഒരു ചാം കൊടുത്തതുകൊണ്ടാണോ സ്ത്രീകൾ എന്നെ സമീപിക്കുന്നത്? പക്ഷേ സ്ത്രീകൾ ഉറപ്പായിട്ട് ആദ്യം ചിന്തിക്കുന്നത് അത് തന്നെ, എൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ടായിട്ടാണ്. ഈ ചൂഷണവും ഈ പറയുന്ന സഹായം തമ്മിൽ വളരെ ഒരു നേർ അതിർവ. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള സ്ത്രീ മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികളും അതിൽ വലിയൊരു പങ്ക്. ഈ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു പോയാൽ ഈ പോസ്റ്റ്പാർട്ടം അതുപോലെ മെനോപ്പസ് ഈ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീകൾ, ഒരു 45 എബോ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെ ഹൈ ആയിട്ട് തന്നെ കാണുന്നത്. കുറച്ച് ആധുനിക വൈദ്യശാസ്ത്രം ഇങ്ങനെയുള്ളൊരു റിസ്ക് കാണുന്നു. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കൊന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴാണ് ചിലപ്പോൾ സമൂഹം അതിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ഗിവണാണ്, 6 മാസം കഴിയുമ്പോൾ മൂഡ് ശരിയാവും. അപ്പോൾ പോസ്റ്റ്പാർട്ടം പീരീഡിൽ മിക്ക സ്ത്രീകൾക്കും ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്, അത് പ്രത്യേകിച്ചും പാർട്ട്ണറിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും എനിക്ക് തോന്നുന്നു പ്രവാസ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെ നമ്മളൊരു വലിയൊരു ഫാമിലി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ പോലും അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ഗിവൺ ഫാക്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് സ്ത്രീകൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവരിൽ ഉണ്ടാകുന്ന ആ മാറ്റം കുറേയൊക്കെ തിരിച്ചറിയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾ ഒരു 90% അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു 50% ഫാമിലി ദേ ആർ വില്ലിങ് ടു അഡ്രസ് ഇറ്റ്. സോ സമൂഹം അങ്ങനെ മാറിയിട്ടുണ്ട്. കുടുംബങ്ങൾ, അവൾക്ക് ബുദ്ധിമുട്ടാണ്, അവൾ പറയുന്നു അവൾക്കൊരു ഡോക്ടറെ കാണണം, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടും നമ്മൾ കാണിച്ചില്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു അക്സെപ്റ്റൻസ് ഫാമിലിയിൽ വരുന്നുണ്ട്. ഈ പെരിമെനോപോസൽ പീരീഡിനെ ഞാനൊരു ബയോളജിക്കലി കാണണം എന്നാണ് എനിക്ക് സ്ത്രീകളോട്. കാരണം പലപ്പോഴും അവർക്ക് തോന്നുന്നത് അവരുടെ ഉത്കണ്ഠ, അവരുടെ ടെൻഷൻ ഇതെല്ലാം പറയുമ്പോൾ അവർ വീക്കായിട്ട് തോന്നും. അങ്ങനെയല്ല, ശാരീരിക മാറ്റമാണല്ലോ. അപ്പോൾ ശാരീരിക മാറ്റമായിട്ട് കാണുകയാണെങ്കിൽ അതിനെ മരുന്ന് വേണമെങ്കിൽ മരുന്നുകൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. പല ഹോർമോണൽ റിപ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ പല ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചെടുക്കുന്നവരുണ്ട്. അതല്ല ഉറക്കമില്ലായ്മ, ഉത്കണ്ഠയായിട്ടാണ് വരുന്നതെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണുന്നവരുണ്ട്. അത് പറയുമ്പോഴാണ്, അതായത് പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മെൻ്റലി അത് പറ്റുന്നില്ല, എനിക്കൊരു ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ആളുകൾ പോലും എന്തിനാണ് ഒരു ഭ്രാന്താശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുന്നത്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ഒരു ചെറിയ വിഭാഗമുണ്ട്. കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ സൈക്യാട്രി ഡോക്ടറെ കാണുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പണ്ടൊക്കെ സിനിമയിൽ കണ്ട മാതിരി ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെ സാധാരണയാണ്. എനിക്കൊന്ന് എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇന്നുകൂടി ഞാൻ കേട്ടതേ ഉള്ളൂ. സൈക്യാട്രിസ്റ്റ് എന്ന് പറയണോ അതോ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, മറ്റേയാൾക്ക് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് എടുക്കാൻ കഴിയില്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞോളൂ, നമ്മളും തെറാപ്പി ചെയ്യുന്നതാണല്ലോ. പക്ഷേ എന്നാൽ പോലും ആൾക്കാരുടെ ഒരു ധാരണ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിനെ അറിഞ്ഞ് മനസ്സിനോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു സ്പെഷ്യലൈസേഷനും, സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പം മരുന്ന് എഴുതി തരുന്ന ഡോക്ടറും. മരുന്ന് എന്തിനുള്ള മരുന്ന്? ഭ്രാന്തിന് അല്ലെങ്കിൽ മാനസിക രോഗത്തിന്. അപ്പം ഗുരുതരമായ മാനസിക രോഗം, ഉറക്ക ഗുളിക, അഡിക്ഷൻ ഉണ്ടാക്കുന്ന മരുന്ന് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തെറ്റായ ധാരണകൾ ഉറപ്പായിട്ടും സൈക്യാട്രി, ബയോളജി നമ്മുടെ ശരീരത്തെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിൻ അതിനകത്തൊരു വലിയ ഭാഗമാണ്. പക്ഷേ ഈ ചികിത്സാ സംവിധാനത്തിൽ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ടോക്ക് തെറാപ്പി എന്നൊക്കെ പറയുന്നതും അതിൻ്റെ ഒരു വലിയ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉപദേശം തരുന്നൊരു കാര്യമായിട്ടാണ്. അപ്പോൾ കൗൺസിലിംഗ് ഡോക്ടർ അല്ല ചെയ്യുന്നത്, അതിന് കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പോട്ടെ, ഒരു മനഃശാസ്ത്രജ്ഞൻ, മനോരോഗ വിദഗ്ധൻ ആണല്ലോ സൈക്യാട്രിസ്റ്റ്, മനഃശാസ്ത്രജ്ഞൻ. പക്ഷേ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈൻഡും
സൈക്യാട്രി എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഓഫ് മൈൻഡുമാണ്, ഹീലിംഗ് ഓഫ് സോൾ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഹീലിംഗ് ആണ്. അപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്തിട്ട് ഹീലിംഗ് അല്ല, ഇറ്റ് ഈസ് എ വെരി കോംപ്രിഹെൻസീവ് ഫുൾ വ്യൂ ആണെന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലായത്. പക്ഷേ മരുന്ന് കൊണ്ട് എടുക്കേണ്ടത് മരുന്ന് കൊണ്ട് തന്നെ എടുക്കണം. പക്ഷേ തെറാപ്പി എഫക്റ്റീവ് ആകുന്നത് വളരെ മൈൻഡിന് അങ്ങനെയുള്ളൊരു കഴിവുണ്ട്, തെറാപ്പിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു വലിയ ഏരിയ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അതിന് അതിൻ്റേതായ എഫേർട്ടുണ്ട്, സ്ട്രെയിൻ ഉണ്ട്, ഡോക്ടർക്ക് മാത്രമല്ല രോഗിക്കുണ്ട്. കാരണം അതിനകത്തൊരു ലേണിംഗ് ഉണ്ട്, അതനുസരിച്ചുള്ള ബിഹേവിയറിൽ ചേഞ്ച് വരണം. അപ്പോൾ തെറാപ്പിക്ക് വലിയൊരു റോളാണ്. പക്ഷേ ഈ സ്റ്റിഗ്മ വലുതായിട്ടുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പോലും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഫോൺ നമ്പർ തരാമോ, അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ വേണ്ടത് അതാണ്, ഏതാണെന്ന് ഞാൻ കൂടുതൽ ചോദിക്കാറില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ നമ്പർ ആണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ ഫാമിലി കൗൺസിലർ എന്ന് പറയും. പക്ഷേ എനിക്കറിയാം എന്തുകൊണ്ട് അവർ ഡീറ്റെയിൽ, കാരണം ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണല്ലോ. അപ്പം ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും ആ സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ സാധാരണ ജനം ഇതറിയാത്തവർക്ക് ഉറപ്പായിട്ട് ആ സ്റ്റിഗ്മ എത്ര വലുതായിരിക്കും. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും. അച്ഛനും ജോലി ഉണ്ടായിരിക്കും, അമ്മ ജോലി ഉണ്ടായിരിക്കും, സഹോദരങ്ങൾ കൂട്ടത്തിലുള്ളവരൊക്കെ പഠനം അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടാവും. സ്വയം ഒതുങ്ങിക്കൂടി മറ്റുള്ള തരത്തിലേക്ക് ഇപ്പോൾ ഓൺലൈൻ ഗെയിമുകളായാലും അല്ലാതെയും ഒക്കെ പോകുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെല്ലാം ഗ്ലോബൽ സിറ്റിസൺസ് ആണ്. അവർക്ക് തൊട്ടടുത്ത കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവർക്ക് വേറെ രാജ്യത്ത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൽ കൂടി കിട്ടുന്ന ഇൻഫർമേഷൻ അവരിലേക്ക് വളരെ സ്പീഡിലാണ് എത്തുന്നത്. അവരതുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അവർ വളരെ സ്റ്റിമുലേറ്റഡ് ആകുന്നതും അതിലാണ്. അപ്പോൾ ആലോചിക്കുക, ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെ ഒരു മുറിയിലിരിക്കുന്ന കുട്ടി ആ വീട്ടിലുള്ള ആരുമായിട്ടും കണക്റ്റഡ് ആയിരിക്കില്ല, പക്ഷേ അവനൊരു വലിയ ലോകം പുറത്താണ്. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു അതിനകത്തെ കുടുംബത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പേരൻസ് എങ്ങനെ കുട്ടികളുടെ ആ വളർച്ചയെ കാണുന്നു, അവർ കൂടുതൽ സമയം മുറിയിൽ അവരുടെ കമ്പ്യൂട്ടറും ടാബും മൊബൈലുമായിട്ട് അവൻ അവിടെ ഓക്കെ ആണെന്ന് ചിന്തിക്കുന്ന പേരൻസിന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ അവൻ എന്തുകൊണ്ട് അങ്ങനെ ഓക്കെ ആകുന്നു, ഞങ്ങളുമായിട്ടും ഇടപഴകണം, അവന് ഫ്രണ്ട്സ് വേണം, അവന് പ്രായത്തിലുള്ള കൂട്ടുകാർ വേണം, വൈകുന്നേരം പുറത്തിറങ്ങി കളിക്കണം എന്ന് ചിന്തിക്കുന്ന പേരൻറ്റിനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും ഈ പറഞ്ഞ നെറ്റ് യൂസും ഗെയിംസും ടാബിനും എല്ലാം അവർ കൃത്യമായ ചിട്ടകളുണ്ടാവും. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ, പ്രത്യേകിച്ചും കൗമാരപ്രായമാവുമ്പോഴാണ് പലപ്പോഴും ബാക്ക് ഫയർ ചെയ്യുന്നത്. കാരണം കുട്ടികൾ എപ്പോഴും അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ടൊക്കെ ഇടപഴകി തന്നെയാണ് ജീവിക്കുക. അതിൻ്റേതായ കുറേ സ്കിൽ ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ചെറിയ വേൾഡിലേക്ക് ഒതുങ്ങുമ്പോൾ, ചെറിയ വേൾഡ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ടാബിൻ്റെ വേൾഡാണ് അത്, ഫാമിലി വിചാരിക്കുന്ന ഒരു വലിയ വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ കുറേയൊക്കെ ഡെഫിസിറ്റ്സ് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലാണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണെങ്കിലും ബോറടി, ഏറ്റവും കോമൺലി കേൾക്കുന്ന ഒരു വാക്ക് ബോറടിയാണ്. കാരണം വളരെ മിനിറ്റിന് അല്ലെങ്കിൽ വിതിൻ സെക്കൻഡ്സ് ആണ് ഒരു റീലും ഷോർട്സും, അല്ലെങ്കിൽ അപ്പോൾ അത്തരം ഒരു ഓവർ സ്റ്റിമുലേഷൻ എപ്പോഴും ഉള്ളവർക്ക് അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. അതൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് പഠനത്തിൽ ഫോക്കസിനേക്കാളും ഒരു കാര്യത്തിൽ പെട്ടെന്ന് അങ്ങ് ബോറടിക്കുക എന്നുള്ളത്, ഇൻഫർമേഷൻ ഓവർലോഡാണല്ലോ. അപ്പോൾ ആ ബോറടി ഇപ്പോഴത്തെ യങ് മൈൻഡ്സിന് വലിയൊരു പാടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വേൾഡിൻ്റെ ടെക്നോളജി എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 68 മുതൽ ഒരു 96% കുഞ്ഞുങ്ങളും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗ്രോത്ത് പാറ്റേണിൽ തന്നെ പോകും. പക്ഷെ ഒരു ചെറിയ ശതമാനം ഉറപ്പായും ഇതിൻ്റെ ഒരു വളരെ നെഗറ്റീവായത്. അപ്പം പൂർണ്ണമായിട്ടും നമ്മളതിനെ അങ്ങ് ശരിയല്ല അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു റെസ്പോൺസിബിൾ സ്ക്രീൻ ടൈം, ഇന്ന സമയം, എല്ലാത്തിലും ഒരു ഫോക്കസ്, ഒരു കാര്യത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കാതെ ഓവറോൾ ഡെവലപ്മെൻറ്റ്. സ്പോർട്സ് വേണം, വെറും അക്കാഡമിക്സ് മാത്രമല്ല, ശരീരമനങ്ങിയുള്ള കായികപരമായിട്ടുള്ള കഴിവുകൾ വിന്യസിക്കാനും അവർക്ക് സ്പേസ് ഉണ്ട്. സ്കൂളിലും ഒക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിനും അക്കാഡമിക്സ് പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ഒരു വൺ സൈഡഡ് ഫോക്കസിൽ പോയില്ല. പിന്നെ കുട്ടികളുടെ സ്കിൽ അറിഞ്ഞും അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ പേരൻസിന് കഴിയുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബാലൻസ് ഡെവലപ്മെൻറ്റ് വരും. ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ കാര്യവും ഇതൊക്കെ പറയുന്നവർ, നമ്മൾ പലപ്പോഴും ഈ ഡോക്ടർ കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ ജോത്സ്യനെ കാണാം, ഒരു നൂല് ജപിച്ച് കെട്ടിയാൽ തീരുന്ന പേടിയേ ഉള്ളൂ നിനക്ക്, അല്ലാതെ ഒന്നുമില്ല, നീ അല്ലെങ്കിൽ നാമം ചൊല്ല്, കിടക്കുമ്പോൾ നാമം ചൊല്ലിയിട്ട് കിടക്ക്, പേടി മാറും എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തിനും അതിൻ്റേതായ റോളുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം സയൻറ്റിഫിക് മൈൻഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം ഔട്ട് ഓഫ് സയൻസ് കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇല്ല, എവിഡൻസ് ഇല്ല എന്നുള്ള എല്ലാത്തിനും ഈ വിശ്വാസങ്ങൾക്കെല്ലാം വ്യക്തികൾക്ക് അവരവരുടേതായ ഒരു റോൾ ചിലർക്ക്. എന്നാൽ ഈ റിലീജിയൻ, സ്പിരിച്വാലിറ്റി, ആസ്ട്രോളജി ഇതെല്ലാം സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്കണ്ഠകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഒന്ന് വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ നാമം ജപിക്കുമ്പോഴോ കിട്ടുന്ന ഒരു ശാന്തത, ഒരു തരം മെഡിറ്റേഷൻ.
മെഡിറ്റേഷൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലീസ് ഒരു തരം അവരുടെ ആൻസൈറ്റിയും ദൈനംദിന ജീവിതത്തിലെ പല സ്ട്രെസ്സുകളെ ഓവർകം ചെയ്യാൻ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും സഹായമാവുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ശതമാനത്തിന് ഇത് അവരുടെ ആൻസൈറ്റിയെ ഫീഡ് ചെയ്യുന്ന കാര്യം കൂടിയാണ്. എന്താണ് വരാൻ പോകുന്നതെന്ന് മുന്നേ അറിയാനായിട്ടും കൂടി. അപ്പോൾ അതിന് ആ മനുഷ്യനൊരു ത്വരയുണ്ട്, എല്ലാം കൺട്രോൾ ചെയ്യണം, എല്ലാം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സംഭവിക്കണം, അതിനപ്പുറം സംഭവിക്കുന്ന ഒരു കാര്യം അവരെ അലട്ടരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവി അറിയണമെന്ന് വലിയ ആഗ്രഹമാണ്, പൂജകൾ ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാനമായിട്ട് ആൻസൈറ്റി മനുഷ്യനിലുണ്ട്. പക്ഷേ നോർമൽ ആൻസൈറ്റിയും അബ്നോർമൽ അബ്നോർമൽ എന്ന് പറയുമ്പോൾ അവരെ അടപടലം മാറ്റുന്ന രീതി അങ്ങനെ അത്രക്കാരും ഉറപ്പായിട്ടും ഇതിലൊക്കെ ഒരു ഓവർ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. എന്തും അധികമായാൽ അമൃതും വിഷം. എല്ലാവരും മിതത്വത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ചികിത്സയുമായി സംബന്ധിച്ച് ഈ പലപ്പോഴും നമ്മളൊരു കെയർ ഹെൽത്ത് സീക്കിംഗ് പാത്വേസ് എന്ന് പറയും. ഒരു ഡോക്ടറിലേക്കോ ഒക്കെ എത്തുന്നതിന് മുന്നേ പലപ്പോഴും പ്രാർത്ഥന പൂജയൊക്കെ കഴിഞ്ഞിട്ട് ചിലർ മന്ത്രവാദം, നമ്മൾ വിചാരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നാണ്. ഉറപ്പായിട്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരും. കാരണം ഇതൊക്കെ കുറച്ച് ഭൂതബാധ പ്രേത അല്ലെങ്കിൽ പിന്നെ പാരമ്പര്യം പഴയ ചെയ്ത അല്ല നമ്മൾ അതിനെയൊക്കെ പറയുമ്പോൾ ട്രാൻസ് ആൻഡ് പൊസഷൻ സ്റ്റേറ്റ്സ്, സൈക്കാട്രിയിൽ ഇതിനെല്ലാം പേരുണ്ട്. പക്ഷെ നമ്മളതൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുകയോ വരട്ടുകയൊന്നും ചെയ്യില്ല. ഇത്തരം എല്ലാ ചിന്താഗതികൾക്ക് അതിൻ്റെ എന്നാൽ നമ്മൾ കൾച്ചറലി കൂടി അത് ഉൾക്കൊണ്ട് അവരെ തീരെ അങ്ങ് അത് എന്താ പറയുക, ഞാൻ വിശ്വസിക്കാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം പൂർണ്ണമായി തെറ്റ് അതല്ല. ആസ് എ ഡോക്ടർ അവരെ മനസ്സിലാക്കി അവരെവിടെ ആ തലത്തിൽ അവരെ അതിൽ നിന്ന് അവരെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു തരത്തിൽ ഡോക്ടർ എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ ടീച്ചർ എന്നാണ്. അപ്പം നമ്മളവരെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു റോളും കൂടിയുണ്ട്. അപ്പം ഇവരുടെ ഈ വിശ്വാസങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഹനിക്കാതെ അതിനൊപ്പം ചികിത്സയുടെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ റോൾ. പിന്നെ കുറച്ചുകൂടി അതൊക്കെ ഉൾക്കൊള്ളാനൊരു സ്പേസ് വരുമ്പം ഇതിനകത്തെ പ്രസക്തി എന്താണ്, ഇതിൻ്റെ ആവശ്യമില്ലായ്ക എവിടെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊപ്പം മരുന്നും തുടർന്നോളൂ. മരുന്ന് നിങ്ങൾ മുടക്കണ്ട, കംപ്ലീറ്റ്ലി എല്ലാത്തിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നേ. പണ്ട് മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ എല്ലാ ദൈവങ്ങളും ഇരുന്നോട്ടെ, നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിലേറെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തു. പക്ഷേ മരുന്നിൻ്റെതായ റോളുണ്ട്. അത് ചില സാഹചര്യങ്ങളിലെങ്കിലും സ്വീകരിക്കാനുള്ളൊരു മനഃപ്രാപ്തി അവർക്ക് ഉണ്ടാവണം. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഒരാൾക്കൊരു ഡിപ്രഷൻ ഉണ്ടെന്ന് സ്വയമോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്കോ മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രധാനമാണ് ശാസ്ത്രീയമായ ചികിത്സ അല്ലെങ്കിൽ കൃത്യമായ തരത്തിൽ ഡോക്ടറെ കാണുക, ഇനി ചികിത്സ തുടങ്ങിയാൽ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതും കൂടി ഒന്ന് പറയാമോ? എല്ലാത്തിലും നമ്മൾ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ചില പനികളുണ്ട് വളരെ മൈൽഡാണ്. നമുക്കൊരു പാരസെറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ പലർക്കും അത് ചികിത്സ മതി. ഞാൻ പലപ്പോഴും പേഷ്യൻസ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി മെഡിക്കൽ കണ്ടീഷനാണ്. നിങ്ങളതിനെ മെൻ്റൽ മൈൻഡിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങളത് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റിഗ്മ തന്നെ വരുന്നത്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഡിപ്രഷൻ വരുന്ന ഒരാൾക്ക് ഭക്ഷണത്തിന് വിശപ്പുണ്ടാവില്ല, ഭക്ഷണം കഴിക്കില്ല, വെയിറ്റ് കുറയും, ഉറക്കമില്ലാതാവും, ശരീരം ശോഷിക്കും, അവരുടെ നെഞ്ച് പടപടായിടിക്കും, അവരുടെ ശരീരം കൊണ്ട് അവർ ചെയ്തിരുന്ന ഒരു കാര്യവും അതപ്പോൾ എങ്ങനെയാണ് ശരീരമല്ലാതായി മാറുന്നത്? മനസ്സ് ശരീരത്തിനെയും നിയന്ത്രിക്കുന്നു, ശരീരം മനസ്സിനെയും. ഇനി മൈൽഡ് അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ അവരെ വലിയ രീതിയിൽ ജീവിതത്തെ ബാധിക്കും. പക്ഷെ അലട്ടലും ഒരു ക്ഷീണമായിട്ടും ദുഃഖമായിട്ട് അവർ ചിലപ്പോൾ അവരവരുടെ കഴിവുകൾ ചില റെസീലിയൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണെങ്കിൽ അവർ ഫ്ലോട്ട് ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഒരു കൃത്യമായൊരു ചിട്ടയൊക്കെ ജീവിതത്തിനുണ്ട്. രാവിലെ എഴുന്നേറ്റ് കൃത്യസമയത്തിന് ഉണരുക, ഭക്ഷണം സമയത്തിന് കഴിക്കുക, ഒരു പരിധിക്കപ്പുറമുള്ള വർക്ക് സ്ട്രെസ് ഒന്നും എടുക്കാതിരിക്കുക, ഒന്ന് ബാലൻസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ഒരു നല്ല ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടാണ് ഇവർ. ചിട്ടയായ സമയത്ത് ഉറക്കം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച, ചിലർ 6 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഡിപ്രഷൻ അവർ പറയും അവർ തനിയെ തരണം ചെയ്തു. അതൊക്കെ മൈൽഡ് വെറൈറ്റിയാണ്. മോഡറേറ്റ് ഒക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു, അവരുടെ പൊട്ടൻഷ്യലിനെ ഇതിനെല്ലാം ബാധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു പരിധിക്കപ്പുറം അവർക്കത് ഹെവി ആയിട്ട് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഭാരമായി തോന്നുവാണെങ്കിൽ ഹെൽപ്പ് സ്വീകരിക്കാം. ചിലർ അത്തരക്കാരാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തെറാപ്പിയിലൊക്കെ മനസ്സിൻ്റെ ചിന്തകളെയൊക്കെ ഒന്ന് റീവയർ ചെയ്യുന്ന പോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് അതെ. അപ്പോൾ ഒരു 50% അവരൊരുവിധം. പിന്നെ എല്ലാ ഡിപ്രഷനും പനി എല്ലാ രോഗങ്ങളെ പോലെ തന്നെയാണ്, അതിനൊരു കാലാവധിയുണ്ട്. ചിലർക്ക് 2 ആഴ്ചയിൽ തനിയെ മാറും, ചിലർക്ക് 2 മാസത്തിൽ മാറും. പക്ഷേ പുസ്തകങ്ങൾ പറയുന്ന 1 വർഷം വരെ നീണ്ടു നിൽക്കുന്നത്. പക്ഷേ ആ 1 വർഷം അവരെ സംബന്ധിച്ച് എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാവും. 1 വർഷം കഴിയുമ്പോൾ കുറച്ച് ഈ മുറിവ് ഉണങ്ങുന്ന പോലെയാണ്, കുറച്ച് സ്കാറിങ് അവിടെ ഉണ്ടാവും. പക്ഷേ സംഹൗ ദേ കം ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് സിവിയർ ലെവലിൽ വരുമ്പോഴാണ് ആത്മഹത്യ, അവർക്ക് രാവിലെ കട്ടിലിൽ നിന്ന് പോലും എഴുന്നേക്കാൻ കഴിയാതിരിക്കുക, ഉറപ്പായിട്ട് അവരുടെ
അവരുടെ എല്ലാ സ്പേസുകളിലും, അവരുടെ ജോലി ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ സ്പേസിലായിക്കോട്ടെ അത്തരം ആ ഒരു രീതിയിൽ സിവിയർ ലെവൽസിലുള്ളപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണാതെ, മോഡറേറ്റ് ടു സിവിയർ ഐ ഓൾവേസ് സജസ്റ്റ് പ്രൊഫഷണൽ ഹെൽപ്പ്. അത് തെറാപ്പി ആയിക്കോട്ടെ, മെഡിക്കേഷൻസ്, ആൻറ്റി ഡിപ്രസൻസ് എല്ലാം വളരെ നല്ല മരുന്നുകളും സൈഡ് എഫക്ട്സ് കുറഞ്ഞ, ഒരു അവയവങ്ങളെയും ദോഷമായി ബാധിക്കാത്ത, ഇത്ര നാളിനുള്ളിൽ നിർത്താൻ കഴിയുന്ന, ഇനി അഥവാ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ മാറ്റാനുള്ള സാഹചര്യം അത്തരം രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്തിന് 100 വർഷം 150 വർഷം മുന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനസ്സിൻ്റെ രോഗങ്ങൾക്ക് മാത്രം നിൽക്കണം? അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ സയൻസും എല്ലാ സപ്പോർട്ടും കൂടി നമുക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യപ്രദമായിട്ട് ജീവിച്ചുകൂടെ? പിന്നെ ഇതിൻ്റെ ഒരു കാലാവധിയും പലരും ചോദിക്കും, ഇത് തുടങ്ങി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പനിക്കുള്ള കാലാവധി 7 ദിവസമാണെങ്കിൽ ഡിപ്രഷൻ ഒരു കാലാവധിയുണ്ട്. പിന്നെ വീണ്ടും വരാതിരിക്കാൻ ചിലർക്ക് തുടർച്ചയായി പിന്നെയും വരുന്ന സാഹചര്യം, അത്തരക്കാർക്ക് ചിലപ്പോൾ വീണ്ടും വരാതിരിക്കാനായിട്ട് നമ്മൾ മരുന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. 2 വർഷം, ചിലർക്ക് 5 വർഷം. അത് അവരുടെ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ ഒരു സാധാരണ ഒരു ഫസ്റ്റ് എപ്പിസോഡിനെല്ലാം കൃത്യമായ കാലയളവ് നമ്മൾ പറയും. 6 മാസം മരുന്നെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ 1 വർഷം. ചുരുങ്ങിയത് ഒരു 2 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് കുറയുന്ന. പക്ഷേ ഇത് സിവിയർ ലെവൽസിലുള്ള പക്ഷേ ഇത് അറിയണമെങ്കിൽ അതിനായിട്ടൊരു ട്രെയിൻഡ് ഒരു വ്യക്തിയിൽ ഒക്കെ സമീപിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു തിരിച്ചറിവാണ് പ്രധാനം. ഇതിന് സഹായമുണ്ട്. നമ്മളിൽ ഒതുങ്ങാത്തൊരു കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പുണ്ട്. ആ തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അതിൻ്റെ രീതികളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇന്ന് മെൻ്റൽ ഹെൽത്ത് സിസ്റ്റംസ് ഉണ്ട്. ഉറപ്പായിട്ട് അതിൻ്റെ സഹായം സ്വീകരിക്കാം. അതാണ് കാരണം, വിഷാദം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു തെറ്റല്ല, ആരുടെയും തെറ്റല്ല. അത് സാധാരണ നമുക്കൊരു പനിയോ തലവേദനയോ ഒക്കെ വരുന്നത് പോലെ ഒരു ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതിന് കൃത്യമായ ചികിത്സയുണ്ട്, അതിന് കൃത്യമായ മരുന്നുകളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒപ്പമുള്ളവർ കൂടി തിരിച്ചറിയണം. അത്തരത്തിൽ ശാസ്ത്രീയമായ ചികിത്സ എടുക്കാൻ അവരെ സഹായിക്കുകയും വേണം. ഈ പറയുന്നത് പോലെ ഒരു സൈക്യാട്രിസ്റ്റിനെ, മനോരോഗ വിദഗ്ധനെ കാണുന്നത് തെറ്റൊന്നുമല്ല. അതിലൊരു സ്റ്റിഗ്മയും വിചാരിക്കേണ്ട കാലമല്ല ഇത്. ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് സ്വയം തോന്നി പിന്മാറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ശാസ്ത്രീയമായ ഹെൽപ്പ് സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും നേരം വളരെ വിശദമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വളരെ നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. NTV UAE to the world.